പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEWയെ സംബന്ധിച്ചാണ്. AEWന് ഇപ്പോൾ വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. AEW ട്രിയോസ് ചാമ്പ്യന്മാരിൽ ഒരാളായ പവർ ഹൗസ് ഹോപ്സ് എന്ന റെസ്ലർ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് ഫ്രീ ഏജന്റ് ആയിരിക്കുന്നു എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വമ്പൻ തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ പവർ ഹൗസ് ഹോപ്സ് WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ വക്കിൽ വരെ എത്തി എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ സമോവ ജോ, ഷിബാട്ട, പവർ ഹൗസ് ഹോപ്സ് തുടങ്ങിയവരുടെ കൈവശമാണ് AEW ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. ഇന്നത്തെ ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഈ ആഴ്ചത്തെ കൊളീഷൻ വീക്കിലി എപ്പിസോഡ് അവർ പ്രീ ടേപ്പ് ചെയ്തതുകൊണ്ട് മുൻകൂട്ടി ഷൂട്ട് ചെയ്തപ്പോൾ അവർ ഈ ട്രിയോസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടത്തി. ആ മത്സരത്തിൽ ദി ഓപ്സ് എന്ന ഹോപ്സ് കൂടി ടീം ആയിട്ടുള്ള അവരുടെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഈ ടീം പരാജയപ്പെട്ട് പുതിയ ട്രിയോസ് ചാമ്പ്യന്മാർ ക്രൗൺ ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോപ്സിൻ്റെ AEWയുമായിട്ടുള്ള ഒരു കരിയർ ഇവിടെ അവസാനിച്ചു എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. WWEയിൽ ഹോപ്സിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. ടോണി ഖാന് വലിയ ഒരു പദ്ധതികൾ ഹോപ്സ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത്തരത്തിൽ നല്ലൊരു പുഷ് AEW വീക്ക്ലി എപ്പിസോഡ്സിലും പേപ്പർ വ്യൂയിലുമൊക്കെ ഹോപ്സിന് ടോണി ഖാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഹോപ്സ് AEW കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചു. ഇതേ സമയത്ത് തന്നെ AEW വമ്പൻ സൈനിങ്ങും മറ്റുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട്. TNA റെസ്ലിംഗിൽ നിന്ന് ദ റാസ്കൽസ് എന്ന 4 ഫാക്ഷനെ AEW കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് മികച്ചൊരു സൈനിങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ സീൻകാര എന്ന് പറയുന്ന റെസ്ലർ AEWയിലൊക്കെ ആക്റ്റീവാണ്. ആ റെസ്ലറിനെയും ഒഫീഷ്യലായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് കൊടുത്ത് ഓൾ എലീറ്റിൻ്റെ ഭാഗമായിരിക്കുന്നു. കൂടാതെ H0 എന്ന് പറയുന്ന റെസ്ലർ, മറ്റൊരു വുമൻസ് ഡിവിഷനിലേക്കുള്ള റെസ്ലർ തുടങ്ങിയ റെസ്ലേഴ്സിൻ്റെയൊക്കെ സൈനിങ്ങും ടോണി ഖാൻ ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോപ്സ് എന്ന് പറയുന്ന റെസ്ലർ പോകുന്ന ഒരു തിരിച്ചടിക്കൊപ്പം പുതിയ റെസ്ലേഴ്സിനെ റോസ്റ്ററിലേക്ക് ആഡ് ചെയ്യാനും AEW ഓണറിന് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, WWE ഷോസ് നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറിയത് അതൊരു വിജയകരമായിട്ടുള്ള ഒരു കടമ്പയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് വിജയകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 നെറ്റ്ഫ്ലിക്സ് WWE ഷോസ് സ്ട്രീം ചെയ്യാൻ ആരംഭിച്ചത്. അതിലൊരു പ്രത്യേകത, അമേരിക്കയിൽ റോ എപ്പിസോഡ് മാത്രമാണ് സ്ട്രീം ചെയ്യുന്നത്. ബാക്കി വീക്കിലി എപ്പിസോഡ്സ് ആയാലും പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ആയാലും മറ്റുള്ള സ്ട്രീമിംഗ് സൈറ്റുകളിലോ TV ചാനലുകളിലോ ആണ് അമേരിക്കയിൽ സ്ട്രീം ചെയ്യുന്നത്. ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരൊറ്റ OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് WWE റിലേറ്റ് ചെയ്തിട്ടുള്ള വീക്കിലി എപ്പിസോഡ്സും പ്രീമിയം ലൈവ് ഇവൻറ്റ്സും കാണിക്കുന്നത്. നിലവിൽ വെറൈറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ടോട്ടൽ 525 മില്യൺ വ്യൂസ് WWEക്ക് നെറ്റ്ഫ്ലിക്സിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ 340 മില്യൺ വ്യൂസ് റോ എപ്പിസോഡിനാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്കി 185 വ്യൂസ് വേൾഡ് വൈഡ് ആയിട്ട് സ്മാക്ഡൗൺ, NXT, പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് കണ്ട ഒരു കണക്കാണ്. അതായത് അമേരിക്കയിൽ ഈ പറഞ്ഞ സ്മാക്ഡൗണും NXTയും പ്രീമിയം ലൈവ് ഇവൻറ്റ്സും വിവിധമായിട്ടുള്ള നെറ്റ്വർക്ക്സിലാണ് അവർ സ്ട്രീം ചെയ്യുകയോ ടെലികാസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ ഒരു നമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ 525 മില്യൺ എന്ന് പറയുന്നത് കടന്നു പോകും. ഇത് നെറ്റ്ഫ്ലിക്സിൽ മാത്രം WWE ഷോസ് വേൾഡ് വൈഡായിട്ട് കണ്ട കാണികളുടെ എണ്ണമാണ്. അത് 525 മില്യൺ വ്യൂസാണ്. 525 മില്യൺ വ്യൂസ് ഒരു വർഷത്തിൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലേക്ക് WWE ഷോസ് കൂടുമാറിയത് WWEയെ സംബന്ധിച്ചും നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചും അത് വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള ഡീല് 10 വർഷത്തേക്കാണ് നിലവിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2025 ഇത്രയും പോസിറ്റീവായിട്ട് അവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇനിയും നല്ല സ്റ്റോറി ലൈനുകളും മത്സരങ്ങളും 2026-ലും 27-ലുമൊക്കെ അവർക്ക് കാണിപ്പിക്കാൻ സാധിച്ചാൽ ഇത് കൂടാനേ സാധ്യതയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ റെസൽമേനിയ 42 ക്യാൻസൽ ചെയ്ത ഒഴിവാക്കിയ പദ്ധതിയെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. ഫോർമർ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യന്മാരായ കോഡി റോഡ്സ്, റോമൻ റെയിൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ് റെസൽമേനിയ 42 കഴിഞ്ഞ ആഴ്ച വരെ റൂമേഴ്സിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് ഡ്രൂ മാക്കൻഡയറിന് എതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡേ മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റെസൽമേനിയ 42 റോമൻ വേഴ്സസ് കോഡി തമ്മിൽ പ്ലാൻ ചെയ്തിരുന്ന മത്സരത്തിൽ ആ മത്സരം ക്യാൻസൽ ചെയ്തു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. കോഡി റോഡ്സിന് മറ്റ് പദ്ധതികളാണെന്നും
റോമൻ റിയൻസ് ചിലപ്പോൾ CM പങ്കിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കും പോയേക്കാൻ സാധ്യത ഉണ്ടെന്നും നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ജസ്റ്റ് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ് മാത്രമാണ്. റെസ്ലിംഗ് 42 ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കോഡി റോഡ്സിൻ്റെ കൈവശമാണ് ചാമ്പ്യൻഷിപ്പ് എന്നുണ്ടെങ്കിൽ റോമൻ റിയൻസ് ചലഞ്ച് ചെയ്യാൻ സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു എന്നാണ് ഡേവ് മെൽസർ തുടക്കത്തിൽ പറയുന്നത്. പക്ഷേ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്തത്, നഷ്ടപ്പെടുത്തിയത് അത് റോമൻ റിയൻസുമായിട്ടുള്ള മത്സരത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കി എന്നാണ് നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ പങ്കുവെക്കുന്നത്. ഇനി റോമൻ റിയൻസിന് കോഡി റോഡ്സോ CM പങ്കോ അല്ലാതെ മറ്റൊരു എതിരാളി റെസ്ലിംഗ് 42 വരികയാണെങ്കിൽ അതാരായിരിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? റോമൻ റിയൻസ് ഇനിയൊരു ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കുമോ റെസ്ലിംഗ് 42 ഇറങ്ങുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.